ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസ് ടാസ്ക് മാനേജറിനെ കുറിച്ചാണ്. എന്താണ് ടാസ്ക് മാനേജർ? ആ ടാസ്ക് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ സെർച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇത് ഓപ്പണായി വരുമ്പോൾ ഇതിൽ പലതരം കാറ്റഗറികളാക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സസ്. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സുകളാണ് ഓപ്പൺ ആയിട്ട് നമ്മുടെ പി സിയിൽ ഓപ്പൺ ആയിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഏതെല്ലാം പ്രോഗ്രാമുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരുന്നതായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് ബ്രൗസർ, അതുപോലെ നമ്മൾ എന്തെങ്കിലും MS ഓഫീസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ലിസ്റ്റിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് താഴെയായിട്ട് നമ്മളുടെ പി സിയിൽ റൺ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ കാണിച്ചു തരുന്നതായിരിക്കും. ആ സിസ്റ്റത്തിന് വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ എന്തെല്ലാമാണ് റൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം ഇതിൽ മുകളിലായിട്ട് നമുക്ക് പ്രൊസസ്സർ യൂസേജ് എത്ര പെർസെൻറ്റേജ് ആണ്, മെമ്മറി യൂസേജ് എത്ര പെർസെൻറ്റേജ് ആണ്, ഡിസ്ക് എത്ര പെർസെൻറ്റേജ് ആണ്, അതുപോലെ നെറ്റ്വർക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി ഉപയോഗിക്കുന്നത്, CPU ഉപയോഗിക്കുന്നതൊക്കെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ സോർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ മെമ്മറി അല്ലെങ്കിൽ CPU ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രോഗ്രാമിനെ പ്രോസസ്സിനെ കിൽ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രോസൺ ആയി, അത് നമുക്ക് അതിൻ്റെ സാധാരണ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ആകുന്നില്ലെങ്കിൽ ഈ ടാസ്ക് മാനേജറിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോഗ്രാമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻഡ് ടാസ്ക് എന്ന ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് എൻഡ് ആവുന്നതായിരിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ആവുന്നതായിരിക്കും, ക്ലോസ് ആവുന്നതായിരിക്കും. ഇനി ചില സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളിലും അതുപോലെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എൻഡ് ടാസ്ക് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് പെർഫോമൻസ് ആണ്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ CPU, മെമ്മറി, ഡിസ്ക്, അതുപോലെ തന്നെ ഇഥർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഗ്രാഫിക്കൽ ഫോമിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ എത്ര മെമ്മറി ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. CPU എത്രയാണെന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് എത്രയാണ് ഉപയോഗിക്കുന്നത്, C ഡ്രൈവ്, അതുപോലെ മറ്റുള്ള ഡാറ്റ ഡ്രൈവുകൾ, അതുപോലെ ഇഥർനെറ്റിൻ്റെ എത്രയാണ് ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്, നെറ്റ്വർക്ക് ട്രാഫിക് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് ആപ്പ് ഹിസ്റ്ററി വരുന്നു. ആപ്പ് ഹിസ്റ്ററിയിൽ നമ്മളുടെ റിസോഴ്സ് യൂസേജ് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് എത്ര റിസോഴ്സുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഇതിനെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഏതാണ് കുറവ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം നമുക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആ ഹിസ്റ്ററി ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് സ്റ്റാർട്ടപ്പ് ആപ്സ് ആണ്. ഇതിൽ കാണിച്ചു തരുന്നത് നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം ആപ്സാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ആയി വരുന്നത് എന്നാണ് ഈ സ്റ്റാർട്ടപ്പ് ഓപ്ഷനിൽ കാണിച്ചു തരുന്നത്. നമ്മൾ വേറൊരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. നമുക്ക് ഇതിവിടെ വന്നിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാം റൺ ചെയ്യണ്ട എന്നെങ്കിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് വരുന്നത് യൂസേഴ്സാണ്. ഈ യൂസേഴ്സ് ലിസ്റ്റിൽ ഈ കമ്പ്യൂട്ടറിലേക്ക് എത്രയൊക്കെ യൂസേഴ്സ് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് യൂസർ നെയിം അനുസരിച്ച് കാണിച്ചു തരുന്നതായിരിക്കും.
ഇനി ആ യൂസറിൽ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ ഏതെല്ലാം പ്രോഗ്രാംസ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം പ്രോസസ്സുകളാണ് ആ യൂസറിൻ്റെ അണ്ടറിൽ റൺ ആവുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഇതിൽ ഈ യൂസറിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉള്ള യൂസറാണ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നോർമൽ യൂസേഴ്സിനെ സൈൻ ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവർക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ ആ മെസ്സേജ് നിങ്ങൾക്ക് അവിടുന്ന് അയക്കാവുന്നതാണ്. ഇതിൽ പിന്നെ യൂസർ അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോസസ്സിൻ്റെ നെയിം അതുപോലെ പിഡ് വാല്യൂ നമുക്ക് കാണിച്ചു തരുന്നതാണ്. പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചു തരുന്നതാണ്. ഏതൊക്കെ യൂസറാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, CPU എത്രയാണ്, മെമ്മറിയാണ്, അതുപോലെ തന്നെ ഇത് ആർക്കിടെക്ചർ നമ്മൾ നോർമൽ ഇതിൽ വരുന്നത് x64 ആർക്കിടെക്ചറാണ്, അത് കാണിച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എൻഡ് ടാസ്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ എൻഡ് പ്രോസസ് ട്രീ പറയാവുന്നതാണ്. അതായത് അതിൻ്റെ സംബന്ധിച്ച എല്ലാ പ്രോസസ്സുകളും എൻഡ് ചെയ്യാൻ വേണ്ടി പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇതിൻ്റെ പ്രയോറിറ്റീസ് ചെയ്യണോ, ഹൈ ആയിട്ട് പ്രയോറിറ്റി ചെയ്യണോ, നോർമലായിട്ട് ചെയ്യണോ, അഥവാ ലോ ആയിട്ട് ഈ പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി ചെയ്യണോ എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ സർവീസ് ഏത് സർവീസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർവീസിലേക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അടുത്തത് വരുന്നത് സർവീസസ് ആണ്. ഇതിൽ ഏതൊക്കെ സർവീസാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ പിഡ് വാല്യൂ ഡിസ്ക്രിപ്ഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റാറ്റസ്, അത് റൺ ചെയ്യുന്നുണ്ടോ അതോ സ്റ്റോപ്പ്ഡ് ആണോ റണ്ണിങ് ആണോ എന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സർവീസസ് ഓപ്പൺ ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് വേറെ ഒരു സർവീസ് MMC ഉണ്ട്, അത് ഓപ്പണായി കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് നോർമലായിട്ട് ഓപ്പൺ ആവണമെങ്കിൽ സെർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്ത് സർവീസസ് എന്ന് അടിച്ചു കഴിഞ്ഞാലും ആ സർവീസസിൻ്റെ MMC ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്. സെർച്ച് ബോക്സിൽ services.mc എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവീസസിൻ്റെ MMC ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഓപ്ഷനുകൾ അതിൻ്റെ മുകളിൽ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന റൺ ന്യൂ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും റൺ ചെയ്യണമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ ലിസ്റ്റിൽ വന്ന് റൺ ആവുന്നതായിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൽ പെട്ടെന്ന് തന്നെ ടാസ്ക് ബാർ ഡിസേബിൾ ആയി, അതുപോലെ തന്നെ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ന്യൂ ടാസ്ക് പറഞ്ഞിട്ട് explorer.exe പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോറർ രണ്ടാമത് റിഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്തു വരുന്നതായിരിക്കും. അതിന് Ctrl+Alt പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാസ്ക് മാനേജറിൻ്റെ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ടാസ്ക് മാനേജർ നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഏതെങ്കിലും റെസ്പോൺസ് ചെയ്യാത്ത പ്രോഗ്രാംസ്, ഫ്രോസൺ ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എൻ്റെ ടാസ്ക് ചെയ്യുവാനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ടാസ്ക് മാനേജറിൽ വരാറുള്ളത്. അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആപ്സ് ഡിസേബിൾ ചെയ്യണം, എനേബിൾ ചെയ്യണമെങ്കിൽ എല്ലാം ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം ശരത്.